ഇപ്പോഴും എനിക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ഒരു ക്യാരക്ടറെ പോലെ വേറൊരു ക്യാരക്ടർ ഉണ്ടായിരിക്കുന്നില്ല. അതുകൊണ്ട് മാത്രം വിവിധ ക്യാരക്ടറിൽ അഭിനയിക്കുമ്പോൾ നമുക്ക് പല ഷെയ്ഡ്സ്. ഇപ്പം ആസ് എ വുമൻ ഞാൻ വിശ്വസിക്കുന്നത് ഈ സൊസൈറ്റിയിൽ നമ്മുടെ വുമൻ്റെ ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതമായ ഒരു ക്യാരക്ടർ ആയിരിക്കണം എന്ന് മാത്രമേ വിശ്വസിക്കാവൂ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ബിക്കോസ് പലപ്പോഴും പല തെറ്റുകളും നമ്മളും ചെയ്യുന്നുണ്ട്. ആ തെറ്റുകളുടെ വെവ്വേറെ മുഖങ്ങളുണ്ടല്ലോ, ഒരു സ്ത്രീയുടെ വേറെ മുഖങ്ങളുണ്ടല്ലോ, അതെല്ലാം അവതരിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതിൽ ഒരു അതിര് വരെ ഞാൻ സക്സസ്ഫുൾ ആയിട്ടുമുണ്ട്. ഫോർ ഇൻസ്റ്റൻസ് ആദാമിൻ്റെ വാരിയൽ ജീവിതത്തിൽ വളരെ ആർട്ടിഫിഷ്യലായിട്ടൊരു മുഖംമൂടി അണിഞ്ഞ ഒരു സ്ത്രീയുടെ ഒരു പണം ഉള്ള ഒരു സ്ത്രീയുടെ ഒരു കഥാപാത്രമായിരുന്നു. അവർ കള്ളുകുടിക്കും, മദ്യപിക്കും. എന്തുകൊണ്ട് ഇതെല്ലാം നമ്മൾ ഇമേജ് എന്നൊക്കെ വിചാരിച്ചാൽ അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഒന്നാമത് ഇമേജ് എന്ന് ഒരു ആർട്ടിസ്റ്റിന് ഉണ്ടാവാൻ പാടില്ല. പൊതുവേ ആർട്ടിസ്റ്റ് ഇമേജിനെ കുറിച്ച് ഓർക്കാൻ തുടങ്ങിയാൽ നമ്മളെ ചുറ്റി ഒരു വട്ടം, ആ ഒരു വളയത്തിനകം നമ്മൾ റെസ്ട്രിക്റ്റഡ് ആവും. അത് പാടില്ല എന്ന് വിചാരിക്കുന്നു ഞാൻ. അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വന്നു പോയാൽ പിന്നെ നമുക്ക് പല ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ക്യാരക്ടറായിട്ട് അപ്രോച്ച് ചെയ്യുന്നതിനേക്കാൾ മോസ്റ്റ്ലി ചില ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് എനിക്ക് ഒരുപാട് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഫോർ ഇൻസ്റ്റൻസ് KG ജോർജ്, അദ്ദേഹം ഒരു പെർഫെക്ഷനിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു പടം വർക്ക് ചെയ്താൽ നമുക്ക് ഒരുപാട് പഠിക്കാൻ സാധിക്കും. ഹീ ഈസ് ലൈക്ക് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ദാറ്റ്സ് വാട്ട് ഐ ഹാവ് ഫെൽറ്റ്. ആൻഡ് ഫാസിൽ, മിസ്റ്റർ ഭരതൻ, പിന്നെ ശശികുമാർ സാർ, ഇവരെല്ലാം പെർഫെക്റ്റ് ടെക്നീഷ്യൻസ് ആണ്. അവരുടെ അടുത്ത് നിന്നൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്.